പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. നിങ്ങൾക്കൊരു വിമോചനം ആവശ്യമാണ്. ഇന്ന് നിങ്ങൾക്കൊരു വിമോചനം ആവശ്യമാണ്. ഏതോ ഒരു കാര്യത്തിൽ വിമോചനം വേണം. മനസ്സിനുള്ളിലൊരു വാഞ്ഛയുണ്ട്. പുറത്തു പറയാൻ പോലും ചിലർക്ക് ഭയമാണ്. ഭയം, മരണഭയം, പരിഭ്രമം, മനസമ്മർദ്ദം, ഒരു കാരണവുമില്ലാതെ ഏതോ ഒരു ഞെരുക്കം, കടബാധ്യത. ഒരു വിമോചനം വേണം. എന്റെ മനസ്സ് ബാധിക്കപ്പെട്ട് ചഞ്ചലപ്പെടുന്നു, കുഴപ്പമായിരിക്കുന്നു. എനിക്കൊരു വിമോചനം വേണം എന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി 2 കൊരിന്ത്യർ 3:17 പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവ് മുഖേന ദൈവം വിമോചനം തരുന്നു. യേശുവേ, എന്നെ വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ച് വിമോചനത്തിന് ആജ്ഞ നൽകുന്നു. ഒരിക്കൽ ഒരു അച്ഛനും അമ്മയും അവരുടെ യുവതിയായ മകളെ പ്രാർത്ഥനയ്ക്കായി കൊണ്ടുവന്നു. നമ്മുടെ ദൈവത്തിന്റെ കൂടാരത്തിൽ പ്രാർത്ഥനകൾ നടക്കാറില്ലേ? ആ പ്രാർത്ഥനയ്ക്ക് ആ മകളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം. ആരോ നടക്കുന്നു എന്ന് പറയും, ആരോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയും. പേടിപ്പിക്കുന്ന രൂപങ്ങൾ കാണും. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചില വർഷങ്ങളായി പോരാട്ടം. ആ മകളെ പല ഡോക്ടേഴ്സിനെയും അതുപോലെ മനോരോഗ വിദഗ്ധന്മാരുണ്ടല്ലോ, അതായത് മനോരോഗികളെയൊക്കെ ചികിത്സിക്കുന്നവര്, അവരെല്ലാം കാണിച്ചിട്ട് സുഖമായില്ല. ഇവിടെ പ്രാർത്ഥിച്ചാൽ സുഖപ്പെടുമെന്ന് കേട്ടതുകൊണ്ട് അവരവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രാർത്ഥിക്കുമ്പോഴും അവള് ഒരുമാതിരി തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മഹിമ ഇറങ്ങാൻ ആരംഭിച്ചു. പരിശുദ്ധാത്മാവിന്റെ മഹിമ ഇറങ്ങിയ ഉടനെ അവളുടെ ഉള്ളിൽ നിന്നും ഒരു കറുത്ത രൂപം പുറത്തേക്ക് പോയി അത്രേ. അവൾക്ക് വിമോചനമുണ്ടായി. അവള് വളരെയധികം സന്തോഷത്തോടെ സ്റ്റേജിൽ എല്ലാവർക്കും മുന്നിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ്, ഞാൻ പേടിച്ച് മരിച്ചുകൊണ്ടിരുന്നു. ഒരു മഹിമ എന്റെ മേൽ ഇറങ്ങി. ഒരു കറുത്ത രൂപം എന്നെ വിട്ടുപോയി. വിമോചനം കിട്ടി. ആ മകളുടെ മുഖത്തിലെ സന്തോഷത്തിന് അളവേയില്ലായിരുന്നു. വിമോചനത്തിന്റെ സന്തോഷം. മാതാപിതാക്കൾക്ക് എത്ര വലിയ സന്തോഷമാണല്ലേ. ഇന്നേതോ ഒരു ബാധ്യത. നിങ്ങൾക്ക് വിമോചനം വേണം. ആത്മാവായവൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുമ്പോൾ വിമോചനം. അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അനേകം ജനങ്ങൾ വിമോചിതരാകുന്നത്. ഇപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരെ തൊടണം, അവരിലേക്ക് ഇറങ്ങണം, വിമോചിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. വീട്ടില് വെച്ചുകൊണ്ടിരിക്കരുത്. എന്തു ചെയ്യണം, ഒന്നും ചെയ്യാനാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കൂ. ചെറിയ കുട്ടികളെപ്പോലും പിശാച് ആക്രമിക്കും. ചെറുപ്പക്കാര്, വയസ്സായവർ എന്നൊന്നും അവൻ നോക്കില്ല. അവന്റെ അടിമകളാക്കി പരിഭ്രമത്തെ കൊണ്ടുവന്ന് ഉറക്കത്തെ അവൻ നഷ്ടപ്പെടുത്തുന്നതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുമ്പോൾ വിമോചനം. ആയിരക്കണക്കിന് ജനങ്ങൾ വിമോചനം നേടി സാക്ഷ്യം പറയുന്നത് എന്റെ ശുശ്രൂഷയുടെ പാതയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കൊരു വിമോചനത്തിന്റെ ദിവസമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങട്ടെ. ഈ ഭയവും പരിഭ്രമവും ഈ ഡിപ്രഷനും കുഴപ്പം ഇവയെല്ലാം എന്നെ വിട്ട് ദൂരെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കൂ. നസറായനായ യേശുവിന്റെ നാമത്തിൽ പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരുടെ മേൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ വിമോചനമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ മകന്റെ മേൽ ഇപ്പോൾ ഇറങ്ങട്ടെ, മകളുടെ മേൽ ഇറങ്ങട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിമോചനമുണ്ടാകട്ടെ. അങ്ങയുടെ അഗ്നിയുടെ ശക്തി അവരുടെ മേൽ ഇറങ്ങി അവരെ കീഴടക്കി അവർക്ക് വിമോചനത്തെ നൽകുമാറാകട്ടെ. ഈ നിമിഷം തന്നെ ഒരു വിമോചനം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഡിപ്രഷൻ അകലട്ടെ. ഉറക്കമില്ലാതാക്കുന്ന പിശാചിന്റെ ക്രിയകൾ യേശുവിന്റെ നാമത്തിൽ അകന്നു പോകട്ടെ. ഭയം, മരണഭയം യേശുവിന്റെ നാമത്തിൽ അകന്നു പോകട്ടെ. പറഞ്ഞു ഭയപ്പെടുത്തുന്ന സാത്താന്റെ ക്രിയകൾ യേശുവിന്റെ നാമത്തിൽ അകന്നു പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയതിനായി സ്തോത്രം. ഈ നിമിഷം മുതൽ വിമോചനം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ